ലാലേട്ടൻ 2 ദിവസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ലൈനപ്പ് റിവീൽ ചെയ്യുകയുണ്ടായി. അതിൽ പ്രഗത്ഭരായ ഫിൽം മേക്കേഴ്സും വളരെ എക്സൈറ്റിംഗ് ആയ പ്രോജക്ട്സുമാണ് എല്ലാം. ആ സിനിമകളുടെ ഒന്നും ജോണറുകൾ എന്താണെന്ന് എനിക്കറിയില്ല. ഈ സിനിമ കണ്ടവർക്ക്, ഇതിനോടകം കണ്ടവർക്ക് അറിയാം, ഇത് ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൻ്റെ ജനസിസ് എന്ന് പറയുന്നത് മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയുടെ ഒരു വലിയ ലോകത്തിൻ്റെ, ഒരു വലിയ കഥയുടെ അടർത്തി മാറ്റപ്പെട്ട ഒരു ഏടാണ് ഖലീഫ പാർട്ട് 1 എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അത്തരം ഒരു സിനിമ ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി വൈശാഖും ജിനുവും പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ആസ് എ ഫാൻ ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലാലേട്ടൻ 2 ദിവസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ലൈനപ്പ് റിവീൽ ചെയ്യുകയുണ്ടായി. അതിൽ പ്രഗത്ഭരായ ഫിൽം മേക്കേഴ്സും വളരെ എക്സൈറ്റിംഗ് ആയ പ്രോജക്ട്സുമാണ് എല്ലാം. ആ സിനിമകളുടെ ഒന്നും ജോണറുകൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ ജോണറിൽപ്പെട്ട ഒരു മെയിൻ സ്ട്രീം മാസ് കമേഴ്ഷ്യൽ ആക്ഷൻ സിനിമ എന്ന് പറയപ്പെടുന്ന ജോണറിൽപ്പെട്ട ഒരു സിനിമയിൽ അദ്ദേഹത്തിനെ അങ്ങനെ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ആഗ്രഹം ആ മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയുടെ സിനിമയിൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതൊരു സ്വപ്നതുല്യമായ സിനിമയായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൺസ് അഗെയിൻ ഇന്നിവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമയുടെ ടീമിനെ കുറിച്ചാണ്. സ്റ്റാർട്ടിങ് വിത്ത് ജിനു. ഞാൻ ജിനുവിനെ കുറിച്ച് തിരക്കഥാകൃത്തായിട്ടാണോ നിർമ്മാതാവായിട്ടാണോ സംസാരിക്കണമെന്നൊരു കൺഫ്യൂഷൻ എടുക്കുന്നുണ്ട്. കാരണം ഐ ബിലീവ് ജിനു ഒരു തിരക്കഥാകൃത്തായിട്ടും ഒരു നിർമ്മാതാവായിട്ടും ഈക്വലി ഫ്ലറിഷ് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഖലീഫ. ഒന്ന്, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ തിരക്കഥയാണത്. 2, ഈ സിനിമ ജിനു പുൾ ഓഫ് ചെയ്ത, നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. കാരണം ഇത് ഒന്നാമത് ഒരു വലിയ സിനിമയാണ്, രണ്ടാമത് വലിയ ചലഞ്ചസ് ഇടയിൽ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു സിനിമയാണ്. ഞങ്ങൾ ഇതിൻ്റെ ഒരു ഫോറിൻ ഷെഡ്യൂളിന് പോകാൻ നിൽക്കുമ്പോഴാണ് ഗൾഫ് കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നതും. ആ സമയത്തൊക്കെ എങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻസ് ചേഞ്ച് ചെയ്ത് അത് കൃത്യമായി അതിനെ ഒട്ടും കൺട്രോൾ പോകാതെ ഈ പ്രോജക്റ്റിനെ കൊണ്ടു നടന്നു എന്ന് പറയുന്നത് ശരിക്കൊരു മാസ്റ്റർ ക്ലാസ് ഇൻ ഫിലിം പ്രൊഡക്ഷൻ ആയിരുന്നു. സോ ഹാറ്റ്സ് ഓഫ് ടു ജിനു ഫോർ ദാറ്റ്. ജിനു മാത്രമല്ല, ജിനുവിനോടൊപ്പം കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന ഞങ്ങളുടെ കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. സൂരജ്, സിജോ, ശ്രീലാൽ, ടു ഓൾ ഓഫ് യു. ഈ സിനിമ ഇന്ന് ഈ ഒരു സ്കെയിലിൽ, ഈ ഒരു രൂപത്തിൽ എത്തിപ്പെട്ടതിൽ നിങ്ങളുടെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആൻഡ് ഐ സിൻസിയർലി താങ്ക് ഓൾ ഓഫ് യു ഫോർ ദാറ്റ്. വൈശാഖ് 15 വർഷങ്ങൾക്ക് മുമ്പാണ്, 15 തോന്നുന്നു, വൈശാഖിൻ്റെ ആദ്യ സിനിമയായ പോക്കിരി രാജയിൽ വൈശാഖ് ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടോറിയൽ കരിയറിലെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് എൻ്റെ ക്ലോസപ്പാണ്. 15 വർഷങ്ങൾ വേണ്ടി വന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ. ഐ എം ട്രൂലി ഹാപ്പി. അതിനുശേഷം ആദ്യ സിനിമയിൽ നിന്ന് ഇന്ന് ഖലീഫയിൽ എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരുപാട് വലിയ കമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച് 100 കോടി എന്നൊക്കെ പറയുന്ന തുകകൾ നമുക്ക് പരിചിതമാക്കി തന്ന സംവിധായകനാണ് വൈശാഖ്. അപ്പോൾ ആ വൈശാഖിൻ്റെ കൂടെ വീണ്ടും കൊളാബറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ ഐ എം പ്രൗഡ് ഓഫ് ഹിം ആൻഡ് ഐ എം റിയലി റിയലി ഹാപ്പി. വൺസ് അഗെയിൻ ഇറ്റ്സ് എ വെരി വെരി ഹാപ്പി ഡേ ഫോർ us ആൻഡ് വെരി വെരി എക്സൈറ്റിംഗ് ഡേ ഫോർ us. കാരണം ഇത് ഖലീഫ പാർട്ട് 1 എന്ന സിനിമയുടെ യാത്രയുടെ ഒരു തരത്തിലുള്ള പര്യവസാനം മാത്രമല്ല, ഇത് മറ്റൊരു യാത്രയുടെ തുടക്കം കൂടിയാണ്. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് ഷെയർ ചെയ്യാൻ എല്ലാ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും I'd like to welcome the one and only മാമ്പറയ്ക്കൽ അഹമ്മദ് അലി ലാലേട്ടൻ on the stage.